ഹായ് ആൾ, വെൽക്കം ടു ഫസേറ ഫാഷൻ. ഫസേറ ഫാഷൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്, നിങ്ങളിൽ ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, പല ആളുകൾ ഇപ്പോഴും അറിയാത്തതുണ്ട്. NCA നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. സ്വീൻ ടീച്ചറിലെ ചില ജില്ലകൾക്ക് വേണ്ടിയിട്ട് NCA നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് NCA നോട്ടിഫിക്കേഷൻ, ഇത് ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ കഴിയും, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പോൾ 1 വീക്കായി. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, കുറേ പേര് നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നമ്മളോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ OBC പെട്ട ആളാണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ മുസ്ലിം OBC പെട്ട ആളാണ്, ഞാൻ ഇഴവ OBC പെട്ട ആളാണ്, ഞാൻ OBC അല്ലേ, എനിക്ക് എന്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് ഈ NCA നോട്ടിഫിക്കേഷൻ, ഞങ്ങൾ ജനറൽ കാറ്റഗറിക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ പല ആളുകളും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൂടുതൽ മെസ്സേജുകൾ വന്നത് കൊണ്ടാണ് എന്താണ് NCA നോട്ടിഫിക്കേഷൻ എന്നും, അതേപോലെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരം എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ഒരു NCA നോട്ടിഫിക്കേഷനാണ്. ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ ഒരു എക്സാം ഈ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പോൾ അവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം, മുഴുവനായിട്ട് കാണണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഈ കാറ്റഗറിയിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, അതിനനുസരിച്ച് റിപ്ലൈ തരാം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ നോക്കാം. ഗസറ്റ് ഡേറ്റ് 15th ജൂലൈ 2024. 15th ജൂലൈ 2024 ആയിരുന്നു ഗസറ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് August 14 വരെയാണ്. അപ്പോൾ August 14 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. August 14 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം, ലാസ്റ്റ് ഡേറ്റ്. ദെൻ കാറ്റഗറി നമ്പർ ഇതിൽ ഒന്നിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ഒരേപോലെ തന്നെയാണ് കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുള്ളത്. ഈ വന്നിട്ടുള്ള 3 കാറ്റഗറിയിലെ നോട്ടിഫിക്കേഷനും ഒന്നിച്ച് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 222/2024 മുതൽ 224/2024 വരെയുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് ഒന്നിച്ചുള്ളത്. അത് ഓരോ കാറ്റഗറി എന്താണെന്നുള്ളത് ഇവിടെ ഓരോ ഡിസ്ട്രിക്ട് വൈസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ പറയുന്ന പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്. നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത് സ്വീൻ ടീച്ചർ ഹൈസ്കൂളാണ്. നമ്മൾ സ്വീൻ ടീച്ചർ HS എന്ന് പറയാറുണ്ട് ഷോർട്ടായിട്ട്. സ്കെയിൽ ഓഫ് പേ പറയുന്നത് 35,600 മുതൽ 75,400 ആണ്. നമ്മൾ ഹൈസ്കൂൾ ആണെങ്കിലും UP ആണെന്നുണ്ടെങ്കിലും സ്വീൻ ടീച്ചറിന് സെയിം സ്കെയിൽ ഓഫ് പേ തന്നെയാണ് വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു വേക്കൻസി വെച്ചാണ് വരുന്നത്. അതിൽ 222/2024 എന്ന് പറയുന്നത് SIUC നാടാറാണ്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലോട്ടാണ് ഒരു വേക്കൻസി. അതേപോലെ 223/2024 എന്ന് പറയുന്നത് OBC തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. 224/2024 എന്ന് പറയുന്നത് LC ഓർ AI. LC എന്ന് പറയുമ്പോൾ ലാറ്റിൻ കത്തോലിക്ക അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഒരു വേക്കൻസി. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മൂന്ന് കാറ്റഗറി ആയിട്ട് തന്നെ ആയിരിക്കും കാണിക്കുക. സാധാരണ ഒരേ കാറ്റഗറിയിൽ തന്നെ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിലോട്ട് വിളിക്കുന്ന സമയത്ത് ഒറ്റ നോട്ടിഫിക്കേഷനായി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് കാറ്റഗറി ആയതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിലൊക്കെ പെടുന്ന ആളുകൾ തന്നെ ആയിരിക്കും ഓരോരുത്തരും എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് പറ്റുന്ന കാറ്റഗറി അത് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ NCA നോട്ടിഫിക്കേഷൻ ആകുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ ഏത് റാങ്ക് ലിസ്റ്റുമായി ലിങ്ക് ചെയ്തിട്ടാണ് വരിക എന്നുള്ള കാര്യങ്ങളുണ്ട്. പല ആളുകൾക്കും അറിയാത്ത കാര്യമാണ്. ഞാൻ അതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്നുകൂടി പറയാം. കാരണം NCA നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന് മുന്നേ വന്ന ഒരു റാങ്ക് ലിസ്റ്റിലോട്ട് കാസ്റ്റ് വൈസ് ആളെടുക്കുന്ന സമയത്ത്, കമ്മ്യൂണിറ്റി വൈസ് ആയിട്ട് ആളെടുക്കുന്ന സമയത്ത് അവർക്ക് ആളുകൾ ഇല്ലാതെ വരുമ്പോൾ, കാൻഡിഡേറ്റ്സിന്റെ അഭാവം വരുന്ന സമയത്ത് ആ സ്പെഷ്യൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് സാധാരണ NCA നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ NCA എന്ന് പറയുമ്പോൾ നോ കാൻഡിഡേറ്റ്സ് അവൈലബിൾ, അല്ലെ? നോ കാൻഡിഡേറ്റ്സ് അവൈലബിൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് NCA എന്ന് പറയുന്നത് കേട്ടോ. NCA എന്ന് പറയുന്നത്. അപ്പോൾ 748/2021 കാറ്റഗറിയിലാണ്, 748/2021 കാറ്റഗറിയിലായിരുന്നു അന്ന് വിളിച്ചിരുന്നത്. 2021 748 സ്വീൻ ടീച്ചർ HS എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. 748/2021 നോട്ടിഫിക്കേഷൻ വിളിച്ചു. അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ജസ്റ്റ് അതിൽ ഇവിടെ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലോടും ഒന്നിച്ചാണ് വിളിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കാസർഗോഡ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തൊരു ഒഴിവ് വന്ന് നോക്കാം. തിരുവനന്തപുരം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. എത്ര അപ്ലിക്കേഷൻസ് ആണ് റിസീവ് ചെയ്തത്, എത്ര പേരാണ് എക്സാം എഴുതിയത്, അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നതും റാങ്ക് ലിസ്റ്റ് വന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ ജസ്റ്റ് ഇവിടെ റാങ്ക് ലിസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാണ്. ഞാൻ റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കാണാൻ പറ്റും. 2021 748 എന്ന കാറ്റഗറിയിലാണ് ഓൾറെഡി PSC വിളിച്ചത്.
ഈ അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 2024 ഫെബ്രുവരിയാണ് കേട്ടോ. 2024 ഫെബ്രുവരി ആണ് റാങ്ക് ലിസ്റ്റ് വന്നത്. ഇതിന്റെ OMR എക്സാമുകളും ഇന്റർവ്യൂവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പൊ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഇതില് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരിക്കും, സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ടായിരിക്കും. മെയിൻ ലിസ്റ്റിൽ 54ഓളം പേരുണ്ട്. അത് കഴിഞ്ഞാൽ സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ട്. ഇഴവ, തീയ, ബില്ലവ, അതേപോലെ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, മുസ്ലിം, ലാത്തിൻ, കത്തോലിക്ക, ആംഗ്ലോ ഇന്ത്യൻ AI കൊടുത്തിട്ടുണ്ട്, OBC കൊടുത്തിട്ടുണ്ട്, വിശ്വകർമ്മ കൊടുത്തിട്ടുണ്ട്, SIUC, നാടാറ്, അങ്ങനെയുള്ള ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ കാറ്റഗറി നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ OBC നില്ല് കൊടുത്തിട്ടുണ്ട്. അതായത് OBC കാറ്റഗറിയിലുള്ള ഒരാൾ പോലും ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് അതിനർത്ഥം. OBCയിലുള്ള ഒരാൾ പോലും ഇതിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ഉൾപ്പെട്ടിട്ടില്ല. ഇനി അതായത് നിങ്ങൾക്ക് മെയിൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഏത് കാറ്റഗറിയാണോ അവരുടെ കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ചോദിച്ചു വന്നായിരുന്നു ലാറ്റിൻ, കത്തോലിക്ക, ആംഗ്ലോ ഇന്ത്യൻ അല്ലെ. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം SIUC നാടാറ്. ട്രിവാൻഡ്രത്ത് നമുക്കിപ്പോൾ വിളിച്ചിട്ടുള്ളത് OBCയിലും അതേപോലെ തന്നെ SIUC നാടാറാണ്. ഇതിൽ രണ്ടിലും റാങ്ക് ലിസ്റ്റിൽ ആരും ഉൾപ്പെട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ PSCയുടെ റൊട്ടേഷൻ ചാർട്ട് ഉണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് PSCയുടെ റൊട്ടേഷൻ ചാർട്ട് ഉണ്ട് എന്നുള്ള കാര്യം അറിയില്ല. PSCയുടെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരം നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ ഓർഡറിലല്ല നമുക്ക് എന്ത് വരുന്നത്, പോസ്റ്റിംഗ് വരുന്നത്. ആ റാങ്ക് ലിസ്റ്റ് നമുക്ക് ഇവിടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ 1, 2, 3 പറഞ്ഞാൽ 1, 2, 3 ഓർഡറിൽ തന്നെ പോസ്റ്റിംഗ് വരില്ല. അതിന്റെ റിസർവേഷൻ വരുന്ന സമയത്ത് റിസർവേഷനിലെ ആളുകളായിരിക്കും മുന്നോട്ട് കയറുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഈ അഞ്ചാമത്തെ റാങ്കിലുള്ള ആള് നമ്മൾ സാധാരണ ഓപ്പൺ കോമ്പറ്റീഷനിൽ കയറി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 6ാമത്തെ ഒരു മുസ്ലിം കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 6ാമത്തെ ഇതിൽ ഓൾറെഡി കിടക്കുന്നത് ഇഴവ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളാണ്. പക്ഷേ ഇഴവ കമ്മ്യൂണിറ്റിക്ക് അല്ല കൊടുക്കുക. അടുത്ത മുസ്ലിം എവിടെയാണോ റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് നോക്കും, ആ റാങ്ക് ലിസ്റ്റിലുള്ള മുസ്ലിമിനാണ് കൊടുക്കുക. അപ്പൊ ജസ്റ്റ് ഈ 6ാമത്തെ റാങ്കുകാരൻ കയറുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ 7ാമത്തെ റാങ്കുകാരൻ കയറിയിട്ടുണ്ടാവും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പൊ ഇതിനു വേണ്ടി PSCക്ക് ഒരു റൊട്ടേഷൻ ചാർട്ട് ഉണ്ട്. ആ റൊട്ടേഷൻ ചാർട്ട് നോക്കാം. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. PSCന്റെ റൊട്ടേഷൻ ചാർട്ടാണ് ഇവിടെ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും OC എന്ന് പറയുന്നത് ഓപ്പൺ കോമ്പറ്റീഷൻ ആണ്. EBT എന്ന് പറയുന്നത് ഇഴവ, ബില്ലവ, തീയ എന്നുള്ള കാറ്റഗറിയാണ്. വീണ്ടും OC വന്നു, SC വന്നു, OC വന്നു, M മുസ്ലിം ആണ്, OC, LCAI. നോക്കൂ, ഇവിടെ 8ാമത് വന്നത് LCI ആണ്. അപ്പൊ തിരുവനന്തപുരത്ത് റൊട്ടേഷൻ ചാർട്ട് പ്രകാരം നമ്മളുടെ പോസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് 8ാമത് LC അല്ലെങ്കിൽ AI ആളുകൾക്കാണ് സീറ്റ് കൊടുക്കേണ്ടത്, പോസ്റ്റിംഗ് കൊടുക്കേണ്ടത്. അപ്പൊ ആ പോസ്റ്റിംഗ് കൊടുക്കേണ്ട സമയത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ LCAI ഇല്ല. അപ്പൊ അവിടെ ഒരു വേക്കന്റ് ആയി കടന്നു. ആ ഒരു വേക്കന്റ് നികത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ NCA നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഇതിൽ പല ആളുകളുടെയും ഡൗട്ട് ആയിരിക്കും, ഈ മുസ്ലിം എന്ന് വരുന്നത്, SC പറയുന്നത്, ഇഴവ വരുന്നതൊക്കെ OBC കാറ്റഗറി അല്ലേ എന്നുള്ളതാണ് പല ആളുകളുടെയും ഡൗട്ട്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്ന ഡൗട്ട് അതാണ്. അപ്പൊ ഇതിലിവിടെ നിങ്ങൾക്ക് OBC എന്നുള്ളത് സെപ്പറേറ്റ്ലി കാണാൻ പറ്റും. OBC സെപ്പറേറ്റ്ലി കാണാൻ പറ്റും. ഇത് റൊട്ടേഷൻ ആണ്. ഒരു ഓർഡറിൽ എങ്ങനെ പോകും, അത് കഴിഞ്ഞ് വീണ്ടും ആ ഓർഡർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഈ OBC ആണ് പല ആളുകളുടെയും ഡൗട്ട്. ആ OBCനെ കുറിച്ചുള്ള ജസ്റ്റ് ചെറിയൊരു ഇൻഫർമേഷൻ ഞാൻ അതിന്റെ കൂടെ തന്നെ തരാം. അറിയാത്ത ആളുകൾക്കാണെങ്കിൽ അത് നല്ല ഉപകാരമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. അപ്പൊ അതായത് OBCയിൽ നിന്ന് നമ്മൾ നോർമലി നോക്കുന്ന സമയത്ത് ഈ മുസ്ലിം ആണെങ്കിലും SC ആണെങ്കിലും ഇഴവയാണെന്നുണ്ടെങ്കിലും അല്ലെ, അവരൊക്കെ എന്താണ് നോർമലി OBC ഭാഗത്ത് പെടുന്ന ആളുകളാണ്. OBCയിൽ നിന്ന് സംവരണം മേടിച്ചിട്ട് പ്രത്യേകമായി നിൽക്കുന്ന കുറെ കാസ്റ്റുകളുണ്ട്. അത് ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വിശ്വകർമ്മ, ധീവര, SIUC, അതേപോലെ തന്നെ മുസ്ലിം, പിന്നെ അതേപോലെ SC കൺവേർട്ടഡ് ടു ക്രിസ്ത്യൻ, SC കാറ്റഗറി കൺവേർട്ടഡ് ടു ക്രിസ്ത്യൻ, ഇഴവ, ഈ പറഞ്ഞ കാറ്റഗറികളിൽ പെട്ട ആളുകളൊക്കെ തന്നെ OBC വിഭാഗത്തിൽ പെടുന്നതാണ്. പക്ഷെ അവർക്ക് വേണ്ട സംവരണം മേടിച്ചതിന് ശേഷം പ്രത്യേകമായിട്ട് കാസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ OBC ബാധകമാവില്ല. ഇതിലൊന്നും പെടാത്ത കുറെ ആളുകളുണ്ട്. അതായത് OBC ഹിന്ദു വിഭാഗത്ത് പെടുന്ന കുറച്ച് പേരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ OBC എന്ന് പറയുന്നത് കേട്ടോ. പല ആളുകളും എന്നോട് വിളിച്ചു ചോദിച്ചതും മെസ്സേജ് അയച്ചു ചോദിച്ചും ഇതാണ്, ഞാൻ OBC ആണ്, ഇഴവയാണ്, എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഞാൻ ഇഴവ മുസ്ലിം OBC വിഭാഗത്ത് പെടുന്നതാണ്, എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആ വിഭാഗത്ത് പെടുന്നതല്ല. ഈ OBC സെപ്പറേറ്റ്ലി ഒരു സംവരണം കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ശതമാനമാണ്, 3% അതിന്റെ ഒരു ഇത് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു വിഭാഗത്തിലൊന്നും പെടാതെ നിൽക്കുന്ന OBC വിഭാഗക്കാർക്കാണ് എന്ത് വരുന്നത്, ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിൽ നമുക്ക് ഇത് കണക്കാക്കിയിരിക്കുന്നത് നമ്മളുടെ സ്റ്റേറ്റിന് ഒരു OBC ലിസ്റ്റ് ഉണ്ട്. നമ്മൾ അതിൽ OBC ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ്, നമ്മുടെ ബാക്ക്വേർഡ് ക്ലാസസിന്റെ വകുപ്പ് കാണാൻ പറ്റും. അതിൽ സ്റ്റേറ്റ് OBC ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ട്. നമ്മൾ നോൺ ക്രീമി ലെയർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ ഇതിൽ കുറെ കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറെ കാസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അതിൽ പെടുന്നതാണ്, ഈ OBC ലിസ്റ്റിൽ പെടുന്നതാണ്. പക്ഷെ ഇതിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സെപ്പറേറ്റ്ലി
സംവരണം മേടിച്ച് പോവാത്ത ആളുകൾ ഉണ്ടാവും OBCയിലെ. ആ ആളുകൾക്കാണ് ഈ ഒരു OBC പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പൊ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പൊ ഞങ്ങളോട് നേരത്തെ പറഞ്ഞു 748/2021 കാറ്റഗറി പ്രകാരം വിളിച്ച സ്വിംഗ് ടീച്ചറിൽ വിളിച്ച ആ നോട്ടിഫിക്കേഷനിൽ വന്ന ഒഴിവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്റിലോട്ട് PSC വീണ്ടും NC നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പ്രത്യേകമായി PSC എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. അതായത് ഇനി ഇപ്പൊ ഈ വിളിച്ച നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പുതുതായിട്ട് വരുന്ന എക്സാം എഴുതി വരുന്ന റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റിന്റെ കാര്യമാണ് അത് പറയുന്നത്. അത് റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നിലവിലുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റിക്ക് തുല്യം തന്നെയായിരിക്കും. ആ ഒരു ഡേറ്റ് തന്നെ അത് എൻഡ് ആവുന്നതായിരിക്കും. അതായത് ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 2024 ഫെബ്രുവരി 5-ാം തീയതി നിലവിൽ വന്നതാണ്. അതായത് ഇനി 3 വർഷത്തേക്കാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്നുള്ളത് കൊണ്ട് 2027 ഫെബ്രുവരി 4-ാം തീയതി വരെ ആയിരിക്കും ഈ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ വിളിച്ച നോട്ടിഫിക്കേഷൻ 2024 ഏകദേശം സെപ്റ്റംബർ ആയിരിക്കുന്നു. അതിന്റെ എക്സാം നടക്കുമ്പോഴേക്കും ഒക്ടോബർ, നവംബർ, ഡിസംബറിലൊക്കെ എക്സാം നടന്നാലും, അതായത് 2025 എക്സാം നടന്ന് അതിന്റെ റാങ്ക് ലിസ്റ്റ് വരാൻ 2026 വരെ സമയമെടുത്താലും, 1 വർഷത്തോളം സമയമെടുത്താലും അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് വന്നത് മുതൽ 3 വർഷത്തേക്ക് ആയിരിക്കില്ല. ഈ റാങ്ക് ലിസ്റ്റ് 748/2021 വിളിച്ച ഈ കാറ്റഗറിയിലുള്ള ഈ നമ്പർ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്നാണോ തീരുന്നത് അതുവരെ ആയിരിക്കും അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്നുള്ളതാണ് ഇതിൽ NC നോട്ടിഫിക്കേഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷന്റെ മറ്റു ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്തിന്റെ റാങ്ക് ലിസ്റ്റിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 5/2/2024 കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. കാസർഗോഡിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 11/12/2023 അല്ലെ. അപ്പൊ 2020 ഇതിൽ കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരം വന്നത്, കാസർഗോഡ് കഴിഞ്ഞിട്ട്. അപ്പൊ ആ ഡേറ്റ് എന്നാണോ അതുവരെ ആയിരിക്കും അതിന്റെ കാലാവധി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇനി അടുത്തത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ നോർമലി പറയുന്ന പോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഈ കാറ്റഗറിയിൽ നിന്നുള്ള ആളുകൾക്ക് മാത്രമായിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് 18 മുതൽ 43 വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിൽ നോർമലി നമുക്ക് കിട്ടുന്ന കൺസിഡറേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് OBC വിഭാഗക്കാർക്കും SC/ST വിഭാഗക്കാർക്കും ഒക്കെ നോർമലി PSC കൊടുക്കുന്ന ഒരു ഏജിന്റെ റിലാക്സേഷൻ ഉണ്ടല്ലോ, ആ റിലാക്സേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൽ ഉൾപ്പെടും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ്. നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ആണ് അല്ലെ. ഫസ്റ്റ് നമുക്ക് നോർമലി നമ്മൾ പറയാറുള്ളത് ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് 3 ക്വാളിഫിക്കേഷൻ ആണ് ബേസിക് ആയിട്ട് വേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് SSLC ആണ്. ബേസിക് SSLCയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻസിയോ ആയിട്ടുള്ള എക്സാമുകൾ പാസ്സായിട്ടിരിക്കണം. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. നമ്മൾ FDGTയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ആളുകളൊക്കെ ആയിരിക്കും എക്സാം എഴുതി കൂടുതൽ എഴുതുണ്ടാകുക. അപ്പൊ അതിന് വേണ്ട പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് നീഡിൽ വർക്ക് ഓർ ഡ്രസ് മേക്കിംഗ് ഓഫ് KGTE അല്ലെ, ഹയർ. ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഓഫ് KGT ഹയർ. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ കട്ടിംഗ് ആൻഡ് ടൈലറിംഗ് ഇഷ്യൂഡ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ ട്രെയിനിങ് ഇൻ വൊക്കേഷണൽ ട്രെയിനിങ്. അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്മാൻഷിപ്പ് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗിൽ. നെക്സ്റ്റ് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഇൻ ടൈലറിംഗ് ആൻഡ് എംബ്രോയിഡറി. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രസ് മേക്കിംഗ്. BFT ബാച്ചുലർ ഓഫ് ഫാഷൻ ടെക്നോളജി MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ BSc ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ ടെക്നോളജി. അതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്. പിന്നെ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് കേരള ഇൻഡസ്ട്രിയൽ ലേബർ എംപ്ലോയ്മെന്റിൽ നിന്നും ഡിപ്ലോമ പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇഗ്നോയിൽ അല്ലെ. ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്കറിയാം, അതിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറ്റും. അങ്ങനെ ഈ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ് സെക്കൻഡ് നമുക്ക് പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ കേട്ടറ്റ് കാറ്റഗറി 4 സ്വിംഗ് പാസ്സായിരിക്കണം. അപ്പൊ 3 എണ്ണാണ് നമ്മൾ നോർമലി ക്വാളിഫിക്കേഷൻ പറഞ്ഞത്. SSLC ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, മൂന്നാമത് കേട്ടറ്റ്. അപ്പൊ കേട്ടറ്റ് പാസ്സായ ആളുകൾക്ക് സ്വിംഗ് ടീച്ചറിന്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദെൻ കഴിഞ്ഞ വർഷം നമുക്ക് ഈ ഒരു എക്സാം വിളിക്കുന്ന സമയത്ത് ഇതിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതിൽ ജസ്റ്റ് FDGT കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നോക്കുന്നതായിരിക്കും എന്റെ FDGT ക്വാളിഫിക്കേഷൻ എവിടെയാണ് ഇതിലുള്ളത് എന്നുള്ളത് നോക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഓൾറെഡി PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കാം. അതായത് KGTE ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ നീഡിൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിംഗ് ഹയർ എന്നുള്ള ഈ ഒരു കോഴ്സിന്,
അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്വാളിഫിക്കേഷൻ അതായിരുന്നു അല്ലെ. ആ ഒരു കോഴ്സിന് VHSC ക്ലോത്തിങ് ആൻഡ് എംബ്രോയിഡറി, KGT ഫാഷൻ ഡിസൈനിങ് ആൻഡ് കാർബൺ ടെക്നോളജി, KGT ടൈലറിംഗ് എംബ്രോയിഡറി ആൻഡ് നീഡിൽ വർക്ക്, BSc ഫാഷൻ ടെക്നോളജി, BSc ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ, BSc കോസ്റ്റ്യൂം ഡിസൈൻ ആൻഡ് ഫാഷൻ, ഇത്രയും കോഴ്സുകൾ ഇക്വലന്റ് ആണ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനിൽ പെടുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഫാഷൻ ഡിസൈനിങ് കാർബൺ ടെക്നോളജി ഇവിടെ ഉണ്ട്. ഫാഷൻ ഡിസൈനിങ് കാർബൺ ടെക്നോളജി എന്ന് പറയുന്നത് KGT ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് നീഡിൽ വർക്ക്സ് ആൻഡ് ഡ്രസ് മേക്കിംഗ് ഹയറിന് ഇക്വലന്റ് ആണ് എന്നുള്ളതാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോട്ടിഫിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓർത്തിരിക്കുക, August 14 August 14 വരെ വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള കാസ്റ്റിൽ പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇനി സിവിംഗ് ടീച്ചറിന്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പൊ നടക്കുന്ന സിവിംഗ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ജനറലി ഒരു സിലബസ് തന്നെയാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. 80 മാർക്കിന് സ്വിംഗും 20 മാർക്കിന് GK ആയിരുന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഐ ബട്ടണിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് പോയി കാണാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കുറെ പേരുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഇനി ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കോഴ്സിനെ കുറിച്ചോ മറ്റു ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പർ അവിടെ കാണാം, നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അതിനനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിലാണ് ഇടാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.